റൂമിൽ നിന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങിയിറങ്ങിയ രേവതി തോളിൽ ബാഗ് തൂക്കിക്കൊണ്ട് അജയൻ്റെ മുന്നിൽ വന്നു നിന്നു. രാവിലെ മുതൽ എവിടെയോ പോയി തിരികെ വന്നതിൻ്റെ യാതൊരു വിശദീകരണവും നൽകാതെ നിൽക്കുന്ന അവനെ കണ്ടതോടെ അവളുടെ മുഖത്ത് നേരിയ അമർഷം തെളിഞ്ഞു. രാവിലെ തന്നെ എങ്ങോട്ടാ അജയ് പോയത്? പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? എത്ര തവണ ഫോണിൽ വിളിച്ചു, ഒറ്റ തവണ പോലും എടുത്തില്ലല്ലോ. പരാതി പറയുന്നതിനിടയിൽ അവൾ മുറിയിലാകെ ഒന്ന് നോക്കി. നിങ്ങൾ എങ്ങോട്ട് പോയതെന്ന് എനിക്കറിയില്ല. വീട്ടിൽ കഴിക്കാൻ വരില്ലെന്ന് കരുതിക്കൊണ്ട് ഇന്ന് ഞാൻ പാചകമൊന്നും ചെയ്തിട്ടില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോളാം. അതുപോലെ തന്നെ നിങ്ങളും പുറത്തു നിന്ന് എന്തെങ്കിലും കഴിച്ചോണ്ടി. അവൾ പറഞ്ഞു തീരും മുൻപ് പുറത്തുനിന്ന് ഒരു വാഹനത്തിൻ്റെ ഹോൺ ശബ്ദമുയർന്നു. ശരി അജയ്, ഞാൻ ഇറങ്ങട്ടെ. തിരിഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ അവളെ അജയൻ്റെ ശബ്ദം പെട്ടെന്ന് തടഞ്ഞു. എങ്ങോട്ടാ നീ പോകുന്നേ? രേവതി അവിടെ തന്നെ നിന്നു. പതുക്കെ തിരിഞ്ഞു നോക്കി. അജയൻ്റെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇതൊരു ചോദ്യമാണോ അജയ്? ഓഫീസിലേക്കല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഓഫീസ്? അജയ് പുച്ഛത്തോടെ ചിരിച്ചു. ആ ശരിയാ, ഓഫീസിലേക്ക് തന്നെയാ എല്ലാവരും പോകുന്നത്. പക്ഷേ അവൻ്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. നീ ഇനി ഓഫീസിൽ പോകാൻ പാടില്ല. രേവതി ഒരു നിമിഷം അവനെ തുറിച്ചു നോക്കി. എന്താ? ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും നീ ഓഫീസിലേക്ക് പോകേണ്ട. അജയ്, നിങ്ങൾക്കെന്താ പറ്റിയത്? അവളുടെ ശബ്ദത്തിൽ അത്ഭുതത്തോടൊപ്പം ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു. ഓഫീസിൽ പോകാതെ ഞാൻ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും നിങ്ങളെ കാര്യങ്ങൾ നോക്കിയും ഇരിക്കണം എന്നാണോ നീ പറയുന്നത്? അതിലെന്താ തെറ്റ്? അജയൻ്റെ മറുപടി കേട്ടതും രേവതി പരിഹാസത്തോടെ ചിരിച്ചു. അതിലെന്താ തെറ്റെന്തോ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അത് പൂർണ്ണമായും തെറ്റാണ് അജയ്. എനിക്ക് എൻ്റേതായൊരു ജീവിതമുണ്ട്. എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. അതിനെ തടയാനുള്ള അവകാശം ഇവിടെ ആർക്കുമില്ല. അവളുടെ വാക്കുകൾ കേട്ടതും അജയൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. എനിക്കുണ്ട് ആ അവകാശം, അവൻ പല്ലിറുമ്മിക്കൊണ്ട് പറഞ്ഞു. രേവതി വീണ്ടും അത് കേട്ട് ഒന്ന് ചിരിച്ചു. രാവിലെ തന്നെ തമാശ പറയാതിരിക്കുക അജയ്. ഞാൻ തമാശയല്ല പറഞ്ഞത്. പിന്നെ അവളുടെ മുഖത്തെ പുഞ്ചിരി പതുക്കെ മാഞ്ഞു. നിങ്ങളുടെ മുൻ ഭാര്യ നീലിമയെ പോലെ സ്വന്തമായി അധ്വാനിച്ച് ജീവിതത്തിൽ മുന്നേറാനാണ് എൻ്റെയും ഇപ്പോഴത്തെ തീരുമാനം. പഴയ കാലത്തെ പോലെ അടുക്കളയിൽ കയറി പാചകം ചെയ്തും വീടും നോക്കി ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല. നോ വേ, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. വേണമെങ്കിൽ വീട്ടുജോലിക്ക് ആളെ വെച്ചോ നീ, പക്ഷെ എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിക്കില്ല. അതൊന്നും നടക്കില്ല. അജയ് ഒരു പടി മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. നീ ഓഫീസിൽ പോകാൻ പാടില്ല, അത്ര തന്നെ. അജയ്, രേവതി ക്ഷീണത്തോടെ നെറ്റിയിൽ കൈവച്ചു. എനിക്കിപ്പോൾ വഴക്കിടാനുള്ള യാതൊരു മൂഡുമില്ല. ഞാൻ പോകട്ടെ. അവൾ വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അജയൻ്റെ ശബ്ദം പിന്നിൽ നിന്നും ഉയർന്നു. ഇപ്പോൾ നിന്റെ അവസാന തീരുമാനം എന്താ രേവതി? അവൾ നിന്നു. അല്പസമയം നിശബ്ദമായി നിന്ന ശേഷം പതുക്കെ തിരിഞ്ഞു നോക്കി. എൻ്റെ തീരുമാനം ഒന്നു തന്നെയാണ് അജയ്. എന്നെ അടിച്ചമർത്താനെന്ന് മാത്രം നീ കരുതേണ്ട. എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അജയ് ഒന്നും മിണ്ടാതെ അവളെ നോക്കി. അത് തടയാൻ ശ്രമിച്ച അവൾ ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ ചുണ്ടിൽ പരിഹാസച്ചിരി ഒരു ചെറി വിരിച്ചു. തേഞ്ഞു തീരുമ്പോൾ ചെരുപ്പ് മാറ്റുന്നത് പോലെ നിങ്ങളെയും ഉപേക്ഷിക്കേണ്ടി വരും എനിക്ക്. ആ വാക്കുകൾ അവൻ്റെ മുഖത്ത് അടിച്ചതുപോലെ തോന്നി. രേവതി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അജയ് അവൾ പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ കൈകൾ പതുക്കെ മുഷ്ടി ചുരുട്ടി മുറുക്കി. പുറത്ത് അവൾക്കായി കാത്തുനിന്ന കാറിലരികിലേക്ക് രേവതി വേഗത്തിൽ നടന്നെത്തി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സച്ചു അവളെ കണ്ടതും വാതിൽ തുറന്നിറങ്ങി. എന്താ മാഡം, വരാൻ ഇത്രയും വൈകിയത്? രേവതി ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കിയതും സച്ചുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. സച്ചു പ്ലീസ്. അവൾ ക്ഷീണത്തോടെ കണ്ണുകൾ അടച്ചു. എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ വയ്യ. ആദ്യം ഇവിടെ നിന്ന് വണ്ടിയെടുക്കുന്നേ. ശരി മാഡം. സച്ചു കൂടുതലൊന്നും ചോദിച്ചില്ല. അവൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. വാഹനം പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ രേവതി ജനാലയുടെ പുറത്തേക്ക് നോക്കി. അജയനുമായുണ്ടായ വാക്കേറ്റത്തിലെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം അജയൻ്റെ മനസ്സിലും മറ്റൊരു ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. രേവതിയുടെ വാക്കുകൾക്കൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് നീലിമ പറഞ്ഞ വാക്കുകളും അവൻ്റെ ഓർമ്മയിലേക്ക് കുത്തിയിറങ്ങി. ആ വാക്കുകൾ അവൻ്റെ പുരുഷാഭിമാനത്തെ കീറിമുറിച്ചു. ജീവിതത്തിൽ ആദ്യമായി ആരോ തൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്രയും വലിയ അപമാനം എറിഞ്ഞതുപോലെ തന്നെ അവന് തോന്നി. ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് അജയ് വീട്ടിൽ നിന്നിറങ്ങി.
അവൻ്റെ കാർ നേരെ നഗരത്തിലെ ഏറ്റവും ആധുനിക സൗകര്യമുള്ള ഒരു പബ്ബിന് മുന്നിൽ വന്നു ചെന്ന് നിന്നു. അകത്തേക്ക് കയറിയ അവൻ ഒന്നിനു പുറകെ ഒന്നായി മദ്യപിക്കാൻ തുടങ്ങി. ഗ്ലാസുകൾ കാലിയാകുന്നതിനനുസരിച്ച് അവൻ്റെ ബോധം മങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സിൽ നിന്ന് നീലിമ മാത്രം മാഞ്ഞു പോയില്ല. കഴിഞ്ഞ 3 മാസത്തെ ജീവിതം പെട്ടെന്ന് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. രേവതിയുമായുള്ള ബന്ധം, അവൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഒരിക്കലും തനിക്ക് ആശ്വാസമായിരുന്നില്ല. അവളുടെ സാമീപ്യം, വെറും ശാരീരിക സുഖം മാത്രമേ അവളിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതൊന്നും ഇപ്പോൾ തൻ്റെ മനസ്സിന് ഒരു സന്തോഷവും നൽകുന്നില്ലെന്ന് അജയ് തിരിച്ചറിഞ്ഞു. അവൻ കരുതിയത് മറ്റൊന്നായിരുന്നു. താൻ കാരണം നീലിമക്ക് ഒരിടത്തേക്കും പോകാനാവില്ലെന്ന്. മാതാപിതാക്കളെയും നാട്ടുകാരെയും മകനെയും ഓർത്ത് അവൾ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കില്ലെന്നും. അവൾക്ക് തന്നെ വേണമെന്നില്ലെങ്കിലും തന്നോടൊപ്പം ജീവിക്കുകയല്ലാതെ അവൾക്ക് മറ്റൊരു വഴിയുമില്ലെന്ന്. ആ അഹങ്കാരത്തിലാണ് അജയ് രേവതിയുമായുള്ള ബന്ധം തുടർന്നത്. പക്ഷേ ഇന്നെല്ലാം മാറിമറിഞ്ഞു. തനിക്കിഷ്ടപ്പെട്ട ആ ബന്ധം തന്നെ ഇന്ന് കഴുത്തിൽ ചുറ്റിപ്പിടിച്ച കയറുപോലെ തോന്നുന്നു. ഒരിക്കൽ മനസ്സിന് കുളിർമയേകിയിരുന്ന ആ തെന്നൽ ഇന്ന് ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു. അജയ് വീണ്ടും മധ്യ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. 2 3 ഗ്ലാസുകൾ കൂടി അവൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങി. അപ്പോഴാണ് അവൻ്റെ ബോധത്തിൽ ഏതോ കോണിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ ശബ്ദമുയർന്നത്. അച്ഛാ. അജയ് പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അരുൺ. മധ്യലഹരിയിൽ അവൻ്റെ നാവ് കൊഴിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. എനിക്ക് നിന്നെ വേണം നീലിമ, അവൻ സ്വയം പിറുപിറുത്തു. നിന്നെ ഞാൻ വിടില്ല. അവൻ്റെ കൈകൾ മേശപ്പുറത്ത് മുറുകി. എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുകയാണോ നീ? അവൻ്റെ ശബ്ദം പകയും വാശിയും നിറഞ്ഞു. നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും. നീ തന്നെ എന്നെ തേടി വരും. അവൻ പോക്കറ്റിലേക്ക് കൈയിട്ടു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ്റെ ശരീരം തളർന്നു പോയി. കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു. ബോധം നഷ്ടപ്പെട്ട് അജയ് അവിടെ തന്നെ നിലത്തേക്ക് വീണു. കൂട്ടുകാരിയായ നീലിമയെ ഓർത്തുള്ള ആശങ്കയിലാണ് രജനി. നീലിമയുടെ മാതാപിതാക്കളെ മകളെ വിശ്വസിക്കാതെ അവൾ കുറ്റപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും അവസാനം തിരികെ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെയല്ലേ നീ വരുന്നത് എന്നിങ്ങനെ മകളെ ശപിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവരുടെ വാക്കുകൾ കേട്ടിട്ടും നീലിമ ഒന്നും പറഞ്ഞില്ല. അവൾ തല കുനിച്ചിരുന്നു. അവളുടെ ആ മൗനം കണ്ടതോടെ രജനി പതുക്കെ അവളുടെ അരികിലേക്ക് നീങ്ങി. നീലു. നീലിമ തല ഉയർത്തിയതേയില്ല. നീ ഇനിയും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണോ? നീലിമ പതുക്കെ മുഖമുയർത്തി. കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവർ പറയുന്നതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട. നീലിമ കുറച്ചു നേരം അവളെ നോക്കി. അവർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതെന്ന് എന്ന് നിന്നോടാരാ പറഞ്ഞേ? രജനി അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെന്താ ഈ സുന്ദരമായ മുഖം വാടിയ പൂവ് പോലെ ഇരിക്കുന്നേ? നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം അരുണിൻ്റെ കാര്യമാണ് രജനി. അരുണിനോ? അതെ. അവളുടെ ശബ്ദം ഒന്ന് പതറി. അജയ് പറഞ്ഞു പോയത് നീ കേട്ടില്ലേ? അവൻ അടുത്ത വർഷത്തേക്കുള്ള ഫീസും ഈ വർഷത്തെ അവസാനത്തെ ടേം ഫീസും അടക്കാനുണ്ട്. എനിക്കാണെങ്കിൽ അയ്യേ. രജനി അവളുടെ വാക്ക് പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. അതിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? പിന്നെ ഞാനെന്തിനാ ഇവിടെ ഉള്ളത്? രജനി അവളുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ ശമ്പളം മുഴുവൻ അക്കൗണ്ടിൽ വെറുതെ കിടക്കുകയാ. അതിൽ നിന്നെടുത്ത് അരുണിൻ്റെ ഫീസ് അടച്ചോ നീ? നീലിമ ഉടനെ തല ശക്തമായി കുലുക്കി. വേണ്ട. എന്തിനാ വേണ്ടെന്ന് നീ പറയുന്നേ? എനിക്ക് ആരുടെയും സഹായം വാങ്ങി ജീവിക്കാൻ താല്പര്യമില്ല രജനി. ശരി ശരി. രജനി കൈകൾ ഉയർത്തി. അങ്ങനെ തുറച്ചു നോക്കണ്ട. കടമയായി തരാം. തിരികെ തരാൻ പറ്റുമ്പോൾ നീ തന്നാൽ മതി. നീലിമ ഒന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. എന്തെങ്കിലും ചെയ്യണം രജനി. എന്ത് ചെയ്യണം? ഈ തയ്യൽ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കാര്യമായി ഒന്നും മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല. അവൾ മുന്നിൽ നിന്ന് തുണികളിലേക്ക് നോക്കി. വലിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. രജനി അവളെ നോക്കി. നിനക്ക് എന്ത് ബിസിനസ്സാണ് മനസ്സിലുള്ളത്? അറിയില്ല. നീലിമയുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രതീക്ഷ പതിഞ്ഞു. പക്ഷേ ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അരുണിൻ്റെ കാര്യങ്ങളെങ്കിലും എനിക്ക് സ്വന്തമായി പണം കണ്ടെത്തണം. രജനി അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും പറഞ്ഞില്ല. ആ നിമിഷം അവരുടെ സംസാരം ഒരു സ്ത്രീയുടെ ശബ്ദം തടഞ്ഞു. നീലു.